ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ അല്ല ഈ വിധിയുടെ തുടക്ക ഭാഗത്ത് തന്നെ കോടതി കൃത്യമായി ഈ സാധാരണക്കാർക്ക് കിട്ടാത്ത നീതി എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മാത്രം നോക്കുന്നത് എന്നൊക്കെ വാദിച്ചവരോട് കൃത്യമായി കോടതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇലക്ഷൻ വർഷത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കി തന്നെയാണ് കോടതി ഇതുപോലൊരു ഇടക്കാല ജാമ്യത്തിലേക്ക് പോകുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അരവിന്ദ് കെജ്രിവാളിനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് കോടതി ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ വിജയം തന്നെയാണോ ഇത്? മോദിക്ക് തിരിഞ്ഞു നോക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടോ? അല്ലേ ഞാൻ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു ആവശ്യത്തോടെ വളരെ വികാര ആവശ്യത്തോടു കൂടി പറയുന്നത് എനിക്ക് വിഭിന്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 50 ദിവസമായിട്ട് ജയിലിൽ കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റാരോപണം ഉണ്ട്, ED ചാർത്തിയ കുറ്റങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം കുറ്റവാളി ആണ് എന്ന് പറയാൻ ആവില്ല. കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്, ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് സാധാരണമല്ല. കേരളത്തിൽ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ അച്ഛനുൾപ്പെടെയുള്ളവരെ 65 തിരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് ജയിലിൽ കിടന്നതാണ്. VS അച്യുതാനന്ദൻ, EMS നമ്പൂരിപ്പാട്, KM ജോർജ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ ജയിലിൽ കിടന്നതാണ് ആ ഘട്ടത്തിൽ. ഈ CPM-കാർ പലരും 65 പിളർപ്പിന് ശേഷം പലരും ജയിലിൽ കിടന്നുകൊണ്ടാണ് മത്സരിച്ചത്. അവരൊക്കെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ജാമ്യം ചോദിച്ചത്. അത് ജാമ്യം കൊടുത്തു. അതൊരു വലിയ സംഭവമാണ്. അതിൻ്റെ അകത്ത് ജാമ്യം കൊടുത്തതിലില്ല, ആ ജാമ്യം കിട്ടിയതിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ആ ജാമ്യം കിട്ടിയ ആൾ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ടച്ച്, കേജ്രിവാൾ ടച്ച്, ഇതൊക്കെ മോദിക്ക് തലവേദനയായിട്ടുണ്ട്. ആദ്യം അദ്ദേഹം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. BJPക്ക് ഡൽഹിയിൽ കാലുകുത്താൻ കഴിയുന്നില്ല. പഞ്ചാബ് കീഴടക്കി. സ്വാഭാവികമായിട്ടും കേജ്രിവാൾ ഡൽഹിയിലുള്ള BJP നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി മാറി. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ED അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിൽ BJPയുടെ രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേട്ടമാണ്. അത് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല.